യമനിലെ സൈനിക നീക്കങ്ങളെ ചൊല്ലി സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരസ്യമാകുന്നു. സദേൺ ട്രാൻസിഷണൽ കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ UAEയുടെ സമ്മർദ്ദമാണെന്നും ഇത് സൗദിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 മണിക്കൂറിനകം സൈന്യത്തെ പിൻവലിക്കാൻ സൗദി UAEയോട് ആവശ്യപ്പെട്ടു. യമനിൽ ഹൂത്തി വിരുദ്ധ പോരാട്ടത്തിൽ സഖ്യകക്ഷികളായിരുന്ന സൗദി അറേബ്യയും UAEയും ഇപ്പോൾ നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തെക്കൻ യമനിൽ സദേൺ ട്രാൻസിഷണൽ കൌൺസിൽ അഥവാ STC നടത്തുന്ന പുതിയ സൈനിക വിന്യാസങ്ങളാണ് സൗദിയെ പ്രകോപിപ്പിച്ചത്. ഈ നീക്കങ്ങൾ UAEയുടെ നേരിട്ടുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. പ്രത്യേകിച്ച് ഹദർമൌത്ത്, അൽ മഹറ എന്നീ ഗവർണറേറ്റുകളിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ സൗദി അറേബ്യയുടെ അതിർത്തി സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നതാണ്. അയൽരാജ്യമായ യമനിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതും സ്വന്തം സുരക്ഷയെ വെല്ലുവിളിക്കുന്നതുമായ ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ സുരക്ഷ എന്നത് തങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത റെഡ് ലൈൻ ആണെന്നാണ് സൗദിയുടെ പക്ഷം. 24 മണിക്കൂറിനുള്ളിൽ യമനിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ സൗദി UAEക്ക് കർശന നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. റിയാദ് കരാറിന്റെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈനിക മാർഗമല്ല മറിച്ച് രാഷ്ട്രീയ ചർച്ചകളാണ് വേണ്ടതെന്നും സൗദി ഓർമ്മിപ്പിച്ചു. സഖ്യകക്ഷികൾക്കിടയിലെ ഐക്യത്തിന് ഇത്തരം ഏകപക്ഷീയമായ നീക്കങ്ങൾ നല്ലതല്ലെന്നും സൗദി പറഞ്ഞു. യമനിൽ സൗദി നടത്തുന്ന സമാധാന ശ്രമങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതിലൂടെ UAEക്ക് ശക്തമായ സന്ദേശമാണ് രാജ്യം നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ യമനിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.